ഒരിക്കൽ കൂടി, ഈ ലോകത്ത് നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിത്തരാനുള്ള ശേഷി ഈ ലോകത്തിനുണ്ട്. അത് നേടിയെടുക്കാനുള്ള ശേഷി നമ്മൾ ആർജിക്കുക എന്നുള്ളതാണ് ഈ മോർണിംഗ് കോഴ്സിൻ്റെ ഗ്രോ എക്സ് മണി ആൻഡ് മൈൻഡ് സെറ്റ് ഒപ്റ്റിമൈസേഷൻ വർക്ക്ഷോപ്പിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഗോളുകളാണെങ്കിൽ പോലും, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ പോലും അതിനൊക്കെ ഏകീകരിക്കുന്ന ഒന്നാണ് പണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏകദേശം ഒരു 95% ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പണം കൂടിയേ തീരൂ. അപ്പോൾ ഇതിനെ മണി ആൻഡ് മൈൻഡ് സെറ്റ്, പണം മാത്രം പോരാ, മൈൻഡ് സെറ്റും കൂടെ ആർജിച്ചെങ്കിൽ മാത്രമേ, പണം സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടാനുള്ള മൈൻഡ് സെറ്റും കൂടെ ആർജിച്ചെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കൂ. അത് ഇതുവരെ നമുക്കതിനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ജീവിതം ഇപ്പോഴുള്ള അവസ്ഥയിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ, അതായത് നമ്മളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാനുള്ള ശേഷി നമ്മൾ ഇതുവരെ ആർജിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ജീവിതം ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഇനിഷ്യേറ്റ് എടുത്ത് എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ, പ്രവൃത്തികളിലൂടെ മാത്രമേ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഈ തിരിച്ചറിവോട് കൂടിയാണ് മോർണിംഗ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. കാരണം രാവിലെ നമുക്കറിയാം, ഓരോ ദിവസവും മെച്ചപ്പെടുത്തലുകളിലൂടെ, നമ്മളുടെ ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വളർച്ചയുണ്ടാവൂ. നമ്മൾ ഈ പറയുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ശേഷി ആർജിക്കാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും നല്ല സമയമാണ് മോർണിംഗ് ടൈം എന്ന് പറയുന്നത്. മോർണിംഗ് ടൈം, ഈ സമയത്ത് നമ്മളുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്ത് പഠിച്ചാലും എന്ത് മനസ്സിലാക്കിയാലും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മളുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് ഈസി ആയിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. ഈ ഏറ്റെടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത. പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമായിരിക്കാം 5:15 മുതൽ വൈകുന്നേരം രാവിലെ 5:15 മുതൽ രാവിലെ 6:30 വരെ എന്നുള്ള സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ഷീണിച്ച് ഉറങ്ങിയിരിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷമില്ലാത്ത സമയമായിരിക്കാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും രാവിലെ 5:15 മുമ്പ് തന്നെ കുളിച്ച് ഫ്രഷായി ക്യാമറ ഓണാക്കി നമ്മുടെ ക്ലാസ്സിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങളെ സ്വീകരിക്കാനായിട്ട് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. സോ നമ്മളെ സംബന്ധിച്ചോളം മണി ആൻഡ് മൈൻഡ് സെറ്റ് ഒപ്റ്റിമൈസേഷൻ, പണവും അതോടൊപ്പം തന്നെ ആ പണം സ്വീകരിക്കാനും ചെലവഴിക്കാനുള്ള മൈൻഡ് സെറ്റും കൂടെ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് വളർത്തിയെടുക്കുമ്പോൾ എന്ത് ആഗ്രഹവും എന്ത് സ്വപ്നവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാനുള്ള ശേഷി, നേടിത്തരാനുള്ള ശേഷി ഈ സമൂഹത്തിനും ലോകത്തിനുണ്ട്. അത് സ്വീകരിക്കാനുള്ള ശേഷി നമ്മൾ ആർജിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ശ്രമം സക്സസ് ആയേ നമ്മൾ പിന്മാറുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ മ്യൂട്ടാൾ കൊടുക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കട്ടോ. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുന്നത്. നേടിയെടുത്തേ മതിയാകൂ, അതല്ലാതെ ഞാൻ പിന്മാറില്ല എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ അതിന് സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒറ്റ കാര്യം മാത്രം, ക്ലാസ്സിൽ പഠിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നടപ്പിൽ വരുത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം മാറ്റം, എനിക്ക് നല്ല ഫിറ്റായിട്ടുള്ളൊരു ബോഡി വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എക്സസൈസ്, അത് ജിമ്മിൽ പോയിട്ടാവാം, മറ്റേതെങ്കിലും രീതിയിലാകാം, എക്സസൈസുകൾ, ആ ബോഡിക്ക് വേണ്ട വർക്കൗട്ടുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ എൻ്റെ ബോഡിയിൽ ഒരു മാറ്റം നടക്കുന്നുള്ളൂ. ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട്, ഞാൻ സ്വപ്നം കാണുന്നതുകൊണ്ട്, എൻ്റെ ലക്ഷ്യം അതായതുകൊണ്ട്, എൻ്റെ ആവശ്യം അതായതുകൊണ്ട്, ബോഡി ഫിറ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ള എൻ്റെ ആവശ്യവും സ്വപ്നവും ലക്ഷ്യവും അതായതുകൊണ്ട് അത് നടപ്പിലാക്കിക്കോണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതിനായിട്ടുള്ള എഫേർട്ട് എടുക്കുമ്പോൾ, അതിനായിട്ടുള്ള ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമ്മൾ അനുഭവിക്കാതിരിക്കില്ല എന്നുള്ളതും സത്യം. അപ്പോൾ മനസ്സിലാക്കുന്ന, പഠിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മളുടെ ഓരോ ദിവസത്തെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. കാരണം ആഗ്രഹിച്ചതുകൊണ്ട് ഒന്നും നേടിയെടുത്തിട്ടില്ല, അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ എന്തെങ്കിലും നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മണി ആൻഡ് മൈൻഡ് സെറ്റ്, വളർച്ചയുടെ ബേസ്മെൻറ്റ് ഇത് രണ്ടുമാണ്. നമ്മളുടെ ഗ്രോത്തിൻ്റെ ബേസ്മെൻറ്റ് ഒന്നാമത്തേത് പണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജീവിതം ഒരേ ലെവലിൽ, അല്ലെങ്കിൽ ചെറിയൊരു ഗ്രോത്തോടു കൂടി ഒരു സാച്ചുറേഷൻ എന്നുള്ള രീതിയിൽ അങ്ങ് പോവുകയുള്ളൂ. അതിനപ്പുറത്തേക്കൊരു ഗ്രോത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പണം
പണം വളരെ വലിയ അളവിൽ കൂടിയേ തീരൂ. ഈ പണം നേടിയെടുക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. പണം നേടാനുള്ള അവസരങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് നേടിയെടുക്കാനുള്ള ശേഷി, മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം പണം നേടാനുള്ള അവസരം ഈ ലോകത്ത് എല്ലാവർക്കും തുല്യമായ അളവിലുണ്ട്. ഒരു പരിധി വരെ സത്യം തന്നെയാണ്. പണം നേടാനുള്ള അവസരം ഈ ലോകത്ത് എല്ലാവർക്കും ഒരു പരിധി വരെ ഉണ്ട്. അതൊരു പരിധി വരെ തന്നെ എല്ലാവരുടെ മുമ്പിലും തുല്യമായിട്ടുണ്ട്. അതൊരു പരിധി വരെ സത്യം തന്നെയാണ്. അത് ഉപയോഗിക്കാനുള്ള ശേഷി, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ശേഷി, അതിനെ സ്വീകരിക്കാനുള്ള ശേഷി, അതാണ് ഓരോരുത്തരെയും പണത്തിൻ്റെ ലെവലിൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള സ്റ്റേജിൽ നിന്നും വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ലക്ഷ്യമിട്ട അടുത്ത 2ാമത്തെ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ്. ഇതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന്. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും ഏറ്റവും മികച്ച ദിവസമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിച്ചിരിക്കണം. അത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം എല്ലാ ദിവസവും വൈകുന്നേരം. സോ മണി ആൻഡ് മൈൻഡ് സെറ്റ്. പണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് സെറ്റ് അനുകൂലമാക്കിയെങ്കിൽ മാത്രമേ പണം നമ്മളിലേക്ക് വലിയ അളവിൽ സ്വീകരിക്കാൻ സാധിക്കൂ. എക്സാമ്പിൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാസം 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ 10 ഇരട്ടി, അതായത് 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം പെർ മന്ത് ഏൺ ചെയ്യണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഈ ലോകത്തുണ്ട്. കാരണം എത്രയോ ആളുകൾ മാസം 5 ലക്ഷവും 10 ലക്ഷവും ഏൺ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്. സോ ഇത് നേടാൻ കഴിയാത്ത ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ നേടാൻ കഴിയാത്തൊരു ലക്ഷ്യമല്ല, നേടാൻ കഴിയുക തന്നെ ചെയ്യും. അതിനുള്ള ശേഷി ആർജിക്കണമെങ്കിൽ 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം മന്ത്ലി ഏൺ ചെയ്യാനുള്ള നമ്മളുടെ മൈൻഡ് സെറ്റ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിലുള്ള കുഴപ്പം, പണം നമ്മളിലേക്ക് വരാൻ ശ്രമിച്ചാലും അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഉദാഹരണത്തിന് എൻ്റെ ഒരു ആരോഗ്യശേഷി അനുസരിച്ച് എനിക്കൊരു 15-20 കിലോ ഒക്കെ വെയിറ്റ് തൂക്കാൻ ഇപ്പോൾ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് വെയിറ്റ് തൂക്കാനുള്ള ഒരു ശേഷി, അതായത് ഞാൻ അതിനനുസരിച്ച് ബോഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് മാക്സിമം ഒരു 50 കിലോ ഒക്കെ തൂക്കാൻ പറ്റും, അതിനപ്പുറത്തേക്ക് വെയിറ്റ് വെക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 100 കിലോ വെയിറ്റ് എന്നിലേക്ക് വന്നാൽ, അതായത് ഭാരം, അത് സമ്പത്തായിട്ട് തന്നെ കണക്കായിക്കോളൂ, 100 കിലോ സമ്പത്ത് എന്നിലേക്ക് വന്നാൽ അതെനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അത് എടുത്തുകൊണ്ട് നിൽക്കാനല്ല, അല്ലെങ്കിൽ പല ഓപ്ഷൻസ് വേറെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് സ്വീകരിക്കാനുള്ള ശേഷി എനിക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ആർജിക്കേണ്ടത് പണം വലിയ അളവിൽ എന്നിലേക്ക് വരാനുള്ള ശേഷി ആർജിക്കുക എന്നുള്ളതാണ്. അതിന് മൈൻഡ് സെറ്റാണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നിർത്തേണ്ടത്. നമുക്കറിയാം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു വസ്തുവാണ്. സാധാരണക്കാർക്ക് തിരിച്ചറിയില്ല മൈൻഡ് സെറ്റ് എന്താണെന്ന്. കാരണം നമുക്കെല്ലാവരും കേട്ട് പരിചയമുള്ളൊരു വാക്കാണ്. മനസ്സെന്താണെന്ന് കേട്ടിട്ടുണ്ട്, മൈൻഡ് സെറ്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്. പലരും ഹൃദയം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ മൈൻഡ് സെറ്റിനെയൊക്കെ കണക്ട് ചെയ്യുന്നത്, ഹൃദയം. പക്ഷേ ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഈ മൈൻഡ് സെറ്റുമായിട്ട് അല്ലെങ്കിൽ ചിന്തകളുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ലാത്തതാണെന്ന് നമുക്ക് സത്യമായിട്ട് അറിയാം. ഇവിടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ ഉണ്ട്. ബ്രെയിൻ, തലച്ചോറ്, മസ്തിഷ്കം എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ. ഇതിൻ്റെ സബ് പ്രൊഡക്റ്റുകളായിട്ടുള്ള, അതല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തകളും കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ വിശ്വാസം, നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിശ്വാസ രീതികളുമാണ് പൊതുവെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്. മൈൻഡ് സെറ്റ് എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് സാധാരണ ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയില്ല എന്താണ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പല ഉത്തരങ്ങളിലേക്ക് പോകും. മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല ഉത്തരങ്ങളിലേക്ക് പോകും. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്നുള്ളതല്ല, അതിൻ്റെ ആന്തരിക അർത്ഥം നമുക്ക് കുറച്ച് പേർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മൈൻഡ് സെറ്റ് വളർത്തണം എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം എന്താണ് വളർത്തേണ്ടത്. നമുക്ക് ഒറ്റവാക്കിൽ അതിൻ്റെ ഉത്തരം അറിയാം. ചിന്താരീതികളും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളുമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ബ്രെയിനിൻ്റെ, നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രവർത്തനം, അതാണ് ചിന്തകളും കാഴ്ചപ്പാടുകളും വിശ്വാസ രീതികളും. ഇതിനെയാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൈൻഡ് സെറ്റ് വളർത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചിന്താരീതികളും കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളെയും വളർത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് വളർത്തിയാലേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകൂ എന്നുണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനത്തിൽ, അതിനുള്ള ആ ഒരു ആക്ഷൻസിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം ചെയ്യേണ്ടത്? കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഇതേവരെ ജനിച്ച കാലം മുതൽ നമ്മളിൽ രൂപപ്പെട്ടു വന്ന നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളുടെയും വിശ്വാസ രീതികളുടെയും അടിസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേവരെയുള്ള ചിന്താരീതികളും കാഴ്ചപ്പാടുകളും വിശ്വാസ രീതികളുമായിട്ടാണ് ഇനിയും നമ്മൾ മുന്നോട്ട് പോകുന്നത്
പോകുന്നെങ്കിൽ ഈ ഒരു ലെവലിന് അപ്പുറത്തേക്കുള്ളൊരു ലെവലിലേക്ക് കടക്കാൻ ചിലപ്പോൾ സാധിച്ചോളണം എന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ എന്താണോ നമ്മളുടെ ഏണിംഗ് ലെവൽ, ഇപ്പോൾ എത്രയാണോ നമ്മൾ മാസം വർഷം നമ്മൾ ശരാശരി ഏൺ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു 10 മടങ്ങിലേക്ക് നമ്മൾ വളരണമെങ്കിൽ, 10 മടങ്ങ് നമ്മൾ ഏൺ ചെയ്യാൻ നമ്മൾ വളരണമെങ്കിൽ അവിടെ നമ്മളുടെ ഇപ്പോഴത്തെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളും വിശ്വാസ രീതികളും 10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഏണിംഗ് എബിലിറ്റി, പണമുണ്ടാക്കാനുള്ള ശേഷി, ജീവിതത്തിൽ മുന്നേറാനുള്ള ശേഷി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മൈൻഡ് സെറ്റ്, ചിന്താരീതികളും കാഴ്ചപ്പാടുകളും വിശ്വാസ രീതികളും എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചോളം ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ, വളർത്താൻ നമുക്ക് കഴിയുള്ളൂ. കാരണം ഒരു സാധനം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ അതിനെ പുതിയ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ലെവലിലേക്ക് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇപ്പോഴുള്ള സാധനം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സോ മൈൻഡ് സെറ്റ് മനഃശക്തി അഥവാ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 തരം മൈൻഡ് സെറ്റ്. പൊതുവേ നമ്മൾ പബ്ലിക്കായിട്ട് കേട്ടിട്ടുള്ളത് 2 മൈൻഡ് സെറ്റാണ്. കോൺഷ്യസ് മൈൻഡ് സെറ്റ് എന്നും സബ് കോൺഷ്യസ് മൈൻഡ് സെറ്റ് എന്നും. ബോധ മനസ്സെന്നും ഉപബോധ മനസ്സെന്നും 2 പേരിട്ട് വിളിക്കുന്ന മൈൻഡ് സെറ്റുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് നിൽക്കുന്ന മറ്റൊരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ പേരാണ് നമുക്കറിയാവുന്നതാണ് പ്രീ കോൺഷ്യസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പ്രീ കോൺഷ്യസ് മൈൻഡ്, ഇത് പബ്ലിക്കിന് പൊതുവെ അറിയാത്തൊരു സാധനമാണ് പ്രീ കോൺഷ്യസ് മൈൻഡ് സെറ്റ്. അതായത് ബോധ മനസ്സ് എന്ന് പറയുമ്പോൾ, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആലോചിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ആലോചിക്കുന്നു, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ അതായത് നമ്മൾ ആലോചിച്ച് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലികളാണ്. ഓർക്കാതെ ആലോചിക്കാതെ നമ്മളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വരുന്ന പ്രവൃത്തികളാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതത്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രൈവിംഗ് പഠിക്കുന്ന എക്സാമ്പിൾ തന്നെ എടുത്തു തുടങ്ങാം. ഡ്രൈവിംഗ് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ എൻ്റെ കോൺഷ്യസ് മൈൻഡിലാണ് ആ ചിന്തകൾ ആദ്യം വരുന്നത്. എന്ത് ചിന്തയാണ് ആദ്യം വരുന്നത്? ഡ്രൈവിംഗ് പഠിക്കുന്നത് എന്തിനു വേണ്ടി എന്ന ആദ്യം ചിന്ത വരും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, വാഹനം ഓടിക്കാനുള്ള ശേഷി എനിക്കുണ്ടെങ്കിൽ എൻ്റെ ആവശ്യത്തിനനുസരിച്ച്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതായത് എനിക്കൊരു വാഹനവുമായിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ ആവശ്യത്തിനനുസരിച്ച്, എൻ്റെ സൗകര്യത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയുമെന്നൊരു അതിൻ്റെ ബെനിഫിറ്റ് എൻ്റെ മൈൻഡിലേക്ക്, എൻ്റെ ചിന്തകളിലേക്ക് ആദ്യം കടന്നു വരുന്നു. രണ്ടാമത്, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീടുണ്ടാകുന്നത് ഭയമാണ്. ഭയം എന്ന് പറയുമ്പോൾ അതായത് ചിന്ത, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങളാണ് പറയുന്നത്. രണ്ടാമത് ഭയമാണ്. ഇത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമോ എന്നുള്ള ചിന്ത വരുന്നു. ആ ചിന്തയെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഇത് നേടിയെടുത്താനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് എൻ്റെ മൈൻഡിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചിന്ത വരും. അങ്ങനെ ചിന്തകളുടെ ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ ചിന്തകളുടെ പ്രവർത്തന ഫലമാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ ഈ ആശയങ്ങൾ തമ്മിലുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ, ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഗുണങ്ങൾ, പഠിച്ചില്ലെങ്കിലുള്ള ദോഷങ്ങൾ, ഡ്രൈവിംഗ് പഠിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ ആശയങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ശരിക്കും ആദ്യഘട്ടത്തിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്നത്. ഈ കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായിട്ട് ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നു. പഠിക്കണം, വേണം, ഇതെനിക്ക് കൂടിയേ തീരൂ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ചെന്നുവിടുന്നു. അതല്ലെങ്കിൽ മറ്റൊരു ഡിസിഷനിലേക്ക്, വേണ്ട, ഇപ്പം എനിക്കതിന് പറ്റുന്ന ഒരു സാഹചര്യമല്ല, ഇപ്പം ഇതിന് പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇപ്പം പഠിക്കുന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എത്തുന്നു. അതായത് ഇതൊക്കെ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങൾ. വേണോ, വേണ്ടേ, ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇതുകൊണ്ട് നേട്ടങ്ങൾ എന്താണ് എന്നുള്ളത് അത് നമ്മൾ എന്ത് തീരുമാനിക്കുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ജീവിതം അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷത്തിലേക്ക് മന്ത്ലി ഏൺ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം, കോൺഷ്യസ് മൈൻഡിൽ, ബോധ മനസ്സിൽ ആദ്യം ഈ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഇത് വേണോ, ഇതിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ള ഈ കോൺഫ്ലിക്റ്റിനിടയ്ക്ക്, ഈ കോൺഫ്ലിക്റ്റിന് അവസാനം ഒരു ഡിസിഷനിൽ കോൺഷ്യസ് മൈൻഡ് എത്തുന്നു. ഇത് പല ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസിഷനിലേക്ക് എത്തുന്നത്. എന്തൊക്കെ ഘടകങ്ങളാണ്? മുൻകാലങ്ങളിലുണ്ടായിരുന്ന നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളും കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളെയും
സാഹചര്യം ബേസ് ചെയ്തിട്ട് പോലും ഉണ്ട്. കാരണം എൻ്റെ കുടുംബത്തിൽ ആർക്കും അതിന് കഴിഞ്ഞില്ല, എൻ്റെ സമൂഹത്തിൽ ആർക്കും ഡ്രൈവിംഗ് പഠിച്ച് ശീലമില്ലെങ്കിൽ എനിക്കവിടെ പ്രശ്നം, വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഇത് നടക്കുമോ എന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നമ്മളെ സംബന്ധിച്ചോളം ഈ ഡിസിഷനിലേക്ക്, ഇത് വേണമോ വേണ്ടയോ എന്നുള്ള ഡിസിഷനിലേക്ക് മൈൻഡ് സെറ്റ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ചെന്നെത്തിപ്പെടുമ്പോൾ അവിടെ ഒരു സ്റ്റേജ് അവസാനിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജ് ആരംഭിക്കുന്നു. ഇത് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ള പ്രോസസ്സിന് എന്ത് ചെയ്യണം എന്നുള്ള രണ്ടാമത്തെ സ്റ്റേജ് അവിടെ ആരംഭിക്കുന്നു. എന്ത് കാര്യം നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നടക്കുന്ന ഒരു യാത്രയാണത്. രണ്ടാമത്തെ സ്റ്റേജ് ആരംഭിക്കുന്നു. ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇനിഷ്യേറ്റ് എടുക്കണം. നമുക്കറിയാം ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമയം എന്ന് പറയുന്നത് അവർ ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു 5:30 മുതൽ ഒരു 10 മണി വരെ അവരുടെ സമയം ഉണ്ടാവും. അതിനുശേഷം പിന്നെ വൈകുന്നേരമാണ് സമയം ഉണ്ടാവുക. ഈ സമയം നമുക്ക് സ്യൂട്ടബിൾ ആണോ? ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റുന്ന ആരാണ് നമുക്കുള്ളത്? എവിടെ വെച്ചാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കേണ്ടത്? ഇത്തരം ചിന്തകളിലേക്ക് കടക്കുകയും അതിനുശേഷം അതിന് കൊടുക്കേണ്ട ഫീസുകളെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. അതായത് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ എഫേർട്ട് ആവശ്യമായിട്ട് വരുന്നു. ഡ്രൈവിംഗ് ഇതുവരെ അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ ഒരു കഴിവ് ആർജിക്കണമെങ്കിൽ എഫേർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സ്, അതായത് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചോളം ഇത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല. ഓവർലോഡാണ് വരുന്നത്. ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ള പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ അവിടെ മൈൻഡിന് ഈ കോൺഷ്യസ് മൈൻഡിന് ഒരു ഓവർലോഡ് വരുന്നു. അതായത് ഓവർലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഉള്ള ജോലികൾ കൂടാതെ ഡ്രൈവിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നു. ഇത് മൈൻഡിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം ഓവർലോഡ് എടുത്ത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് കോൺഷ്യസ് മൈൻഡിന് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യ ദിവസങ്ങളിൽ എൻ്റെ കോൺഷ്യസ് മൈൻഡ് ഡ്രൈവിംഗ് പഠിക്കാൻ പോയ എന്നോട് പറയുന്നത് ഇതിൻ്റെ അപകട സാധ്യതകളെ പറ്റിയിട്ടാണ്. 1, ഫീസ് കൊടുക്കേണ്ടി വരും, രാവിലെ ഈ സമയത്ത് മെനക്കെടേണ്ടി വരും. 3, ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കൂടെയുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ചെറിയ രീതിയിലൊരു ചമ്മലോട് കൂടിയൊക്കെ ഇരിക്കേണ്ടി വരും. പിന്നെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ട്രെയിനറുടെ അടുത്ത് നിന്ന് ചിലപ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരും. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് വേണോ എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെ ഇച്ഛാശക്തിയോടുകൂടി ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ഇത് ഞാൻ നടപ്പാക്കിയേ ഡ്രൈവിംഗ് പഠിച്ചേ തീരൂ എന്നുള്ള ആ ഒരു ആർജവത്തോടു കൂടി ഞാൻ മുന്നിട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ എൻ്റെ കോൺഷ്യസ് മൈൻഡ് പതുക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നു. എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ മുകളിലാണ് ഭയവും ആശങ്കയും ഉണ്ടാവുക. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ മുകളിലാണ് എനിക്കുണ്ടാകുന്ന ഭയവും ആശങ്കയും ഉണ്ടാവുക. ആ ഭയവും ആശങ്കയും പതുക്കെ ഒരു പുഞ്ചിരിയായി മാറുന്നത് എൻ്റെ ട്രെയിനർ എന്നോട് ഫസ്റ്റ് ഗിയറിലിട്, ഈ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യും, വണ്ടി ആക്സിലേറ്റർ പതുക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ, വണ്ടി പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ ആശങ്ക ഒരു പുഞ്ചിരിയായി മാറുന്നു. കാരണം ഞാനിത് ചെയ്തു തുടങ്ങുന്നു, ഇതിലേക്കുള്ള സക്സസ്സിലേക്കുള്ള സ്റ്റെപ്പിലൂടെ ഞാൻ നടന്നു തുടങ്ങുകയാണ് എന്നുള്ള ആ ഒരു ആശങ്ക മാറി പുഞ്ചിരിയിലേക്ക് പോകുന്നു. പതുക്കെ ആ കാര്യങ്ങൾ പഠിക്കും തോറും എൻ്റെ കോൺഷ്യസ് മൈൻഡിന് ആദ്യം വളരെയധികം ശ്രദ്ധിക്കും. ക്ലച്ച് എവിടെയാണ്, ക്ലച്ച് ഞാൻ ഇത്രയും റിലീസ് ചെയ്താൽ മതിയോ, ആക്സിലേറ്റർ ഇത്രയും പ്രസ് ചെയ്തേണ്ട കാര്യമുണ്ടോ, ഗിയർ അവിടെ തന്നെയാണ് കിടക്കുന്നത്, മാറ്റേണ്ടതുണ്ടോ, മുമ്പിലുള്ള കല്ലുണ്ടല്ലോ അതിന് ഞാൻ എങ്ങനെ വെട്ടിച്ച് മാറണം, ഇതൊക്കെ കോൺഷ്യസ് മൈൻഡ് ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കോൺഷ്യസ് മൈൻഡിന് മനസ്സിലായി കഴിഞ്ഞു ഞാൻ പിന്മാറാനുള്ള ഉദ്ദേശമില്ല, എനിക്കിത് പഠിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കി കഴിഞ്ഞു. കോൺഷ്യസ് മൈൻഡ് പിന്നെ ഫ്രീ ആയിട്ടിരിക്കാൻ, പിന്നെ ആ ഒരു കംഫർട്ട് സ്റ്റേജിലിരിക്കാൻ, പിന്നെ ആകെയുള്ള ജോലി എത്രയും പെട്ടെന്ന് എന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആദ്യ സ്റ്റേജിൽ എൻ്റെ കോൺഷ്യസ് മൈൻഡ് വളരെയധികം ശ്രദ്ധിച്ചിട്ടായിരിക്കും ഓരോ പ്രോസസ്സും ചെയ്യുക. എക്സാമ്പിൾ, ക്ലച്ച് ഫസ്റ്റ് ഗിയറിൽ വണ്ടി മൂവ് ചെയ്തതിന് ശേഷം നമുക്കറിയാം സെക്കൻഡ് ഗിയറിലേക്ക് വാഹനം ചേഞ്ച് ചെയ്യേണ്ടത്, ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ സമയത്ത് പഠിക്കുന്ന ഒരാൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ ഗിയറിലേക്ക് നോക്കിയിട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം കോൺഷ്യസ് മൈൻഡ് ഗിയർ എവിടെയാണെന്ന് ഓർത്തെടുക്കുകയാണ്.
കോൺഷ്യസ് മൈൻഡ് ഗിയർ എങ്ങനെയാണ് സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ഓർത്തെടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ട്രെയിനർ പറഞ്ഞു ഗിയറിലേക്ക് നോക്കാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോഴേ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ഫോക്കസ് ആയിട്ട് ഗിയറിലേക്ക് നോക്കാതെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്ലച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഗിയർ സെക്കൻഡിലേക്ക് ഇടാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ ഓരോ പ്രോസസ്സിലും കോൺഷ്യസ് മൈൻഡ് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആദ്യത്തെ ദിവസം വിജയകരമായി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ള പ്രോസസ്സ് അവസാനിച്ചു എന്ന് സങ്കല്പിക്കുക. രണ്ടാമത്തെ ദിവസവും ആദ്യത്തെ ദിവസത്തേക്കാൾ ഒരുപടി എക്സൈറ്റ്മെൻറ്റോട് കൂടി, കാരണം ഞാൻ ഇന്ന് വാഹനം കുറച്ച് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചു, അതായത് നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യത്തിലേക്കും ആവശ്യത്തിലേക്കും കുറച്ചും കൂടെ ഞാൻ മുന്നോട്ട് പോയി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടിയായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് രണ്ടാമത്തെ ദിവസം പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഡ്രൈവിങ്ങിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് ആദ്യ ദിവസം ശ്രദ്ധിച്ച അത്രയും ശ്രദ്ധ ഇവിടെ കൊടുക്കുന്നില്ല. കാരണം ആദ്യ ദിവസങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തതുകൊണ്ട് ഇത് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലായി എങ്ങനെയാണ് വണ്ടി മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആക്സിലേറ്ററും ഈ ക്ലച്ചും ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ആ പ്രോസസ്സ് എൻ്റെ കോൺഷ്യസ് മൈൻഡിന് ഒരു പരിധിവരെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഈ പ്രോസസ്സുകൾ കുറച്ചും കൂടെ ഈസിയായി മാറുന്നു. എങ്ങനെ? മനസ്സിലായ കാര്യങ്ങൾ കോൺഷ്യസ് മൈൻഡ് പതുക്കെ രണ്ടാമത്തെ സ്റ്റേജായിട്ടുള്ള പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഡാറ്റാസ് ഗിയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, ബ്രേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണം, ഒറ്റയടിക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യരുത്, ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വണ്ടി ഇടിച്ച് നിൽക്കും, ക്ലച്ചിൻ്റെ സപ്പോർട്ടും കൂടെ വേണമെന്നുള്ള ഈ അറിവുകളെല്ലാം, ഈ കാഴ്ചപ്പാടുകളെല്ലാം എൻ്റെ കോൺഷ്യസ് മൈൻഡ് പതുക്കെ പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഡാറ്റാസ് എല്ലാം പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ആദ്യത്തെ ദിവസത്തേക്കാൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഡ്രൈവിംഗ് എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് പിന്നീട് കുറച്ചും കൂടെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുക. അതായത് ആദ്യ ദിവസം ക്ലച്ചും ഗിയറും ആക്സിലേറ്ററും ബ്രേക്കൊക്കെ ആയിരിക്കും സ്റ്റിയറിംഗൊക്കെയാണ് നോക്കിയിരിക്കുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം റോഡിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും, ഗ്രൗണ്ടിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും. കുറച്ചും കൂടെ അകലെയുള്ള ലക്ഷ്യങ്ങൾ, അതായത് കുറച്ചും കൂടെ അകലെയുള്ള ടാർഗറ്റുകളിലേക്ക് നോക്കി വണ്ടി അവിടെ വെച്ചാണ് തിരിക്കേണ്ടത്, ഇവിടെ വെച്ചാണ് തിരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലേക്ക്. അതായത് ആദ്യത്തെ ദിവസത്തെ പ്രോസസ്സിൽ കുറച്ച് ശ്രദ്ധ കുറവായിരിക്കും കൊടുക്കുന്നത്, കുറച്ചും കൂടെ പുറത്തുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ശ്രദ്ധ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് ഡ്രൈവിംഗ് എന്ന പ്രോസസ്സിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഈ ഡാറ്റാസ് കോൺഷ്യസ് മൈൻഡ് പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് പതുക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനനുസരിച്ച് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി ഭാരം കുറയുന്നു. അതായത് മൂന്നാമത്തെ ദിവസം ഡ്രൈവിങ്ങിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടെ ആദ്യത്തെയും രണ്ടാമത്തെയും ദിവസത്തിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് മാറുന്നു. കാരണം കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലിഭാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഡാറ്റാസ് ശേഖരിച്ച് പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഷ്യസ് മൈൻഡ്. മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം, അഞ്ചാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലികൾ ഇല്ലാതെ പോകുന്നു. അത് പ്രീ കോൺഷ്യസ് മൈൻഡ്, അതായത് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ചെയ്യുന്ന ജോലി പ്രീ കോൺഷ്യസ് മൈൻഡാണ് ഏറ്റെടുക്കുന്നത്. പുതിയ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ജോലി കോൺഷ്യസ് മൈൻഡിൻ്റേതാണ്. പക്ഷേ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓർത്തെടുത്ത് ചെയ്യിക്കേണ്ട ജോലി പ്രീ കോൺഷ്യസ് മൈൻഡിൻ്റേതാണ്. ഉദാഹരണത്തിന് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യം, ഇപ്പോൾ ഞാനൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇവിടെ എൻ്റെ കോൺഷ്യസ് മൈൻഡിനാണ് 100% വർക്കുള്ളത്. ഞാൻ ആലോചിക്കണം, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഇമെയിൽ ഐ ഡി അതാണ്. അത് കാണുന്ന ആളുകൾക്ക് എങ്ങനെയാണ്, അതായത് ഈ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ആളുകൾക്ക് കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതെ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവിടെ 100% വർക്ക് എൻ്റെ കോൺഷ്യസ് മൈൻഡിനാണ്. അതിന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 100% വർക്ക് കോൺഷ്യസ് മൈൻഡിനാണ്. ഇത് ചെയ്തു കഴിഞ്ഞു, അവിടെ ഓർത്തെടുത്ത് അതിനെ ആലോചിച്ച് ചിന്തിച്ച് ചെയ്തു കഴിയുമ്പോൾ ഈ ഡാറ്റാസ് കോൺഷ്യസ് മൈൻഡ് നേരെ പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് പമ്പ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത ദിവസം ഇത് ഓർത്തെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചത് നോക്കിയെടുക്കുന്നു. ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നു. ഇന്നലെ ചെയ്തത് ഇതാണ്, അപ്പോൾ ഇന്ന് ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി
പ്രീ കോൺഷ്യസ് മൈൻഡ് ട്രാൻസ്ഫർ ചെയ്ത അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തിയും എങ്ങനെ ചെയ്യണമെന്നുള്ള രീതികൾ ഓർമ്മിപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രീ കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി. ATMൻ്റെ പിൻ എപ്പോഴും നമുക്കറിയാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല, കാരണം ഇപ്പോൾ ഗൂഗിൾ പേ മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓർത്തെടുത്ത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവും, ATM ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നമുക്കത് ഓർമ്മയുണ്ടാവും. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ പിൻ ചിലപ്പോൾ നമ്മൾ ഓർത്തോളണമെന്നില്ല. അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി, കാരണം അതെപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് മറ്റേതെങ്കിലും രീതിയിലേക്കുള്ള പേയ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് നമ്മളുടെ ബാങ്ക് ട്രാൻസ്ഫർ കാര്യമായിട്ട് ചെയ്യാത്തതുകൊണ്ട് ഇത് ഓർത്തെടുക്കേണ്ട പ്രോസസ്സായിട്ട് മാറുന്നു. ഈ ഓർത്തെടുക്കേണ്ട പ്രോസസ്സുകളാണ് പ്രീ കോൺഷ്യസ് മൈൻഡിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ആഗ്രഹത്തോടു കൂടി ഇറങ്ങുന്ന ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ എൻ്റെ കോൺഷ്യസ് മൈൻഡ് എനിക്ക് വേണ്ടി ചിന്തിച്ച് ആലോചിച്ച് ഡ്രൈവിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയെടുത്ത് ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പിന്നെ 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെ ദിവസമൊക്കെ ഇത് ഓർത്തെടുത്ത് ചെയ്യുന്നത് പ്രീ കോൺഷ്യസ് മൈൻഡാണ്. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ്, ഡ്രൈവിംഗ് എന്ന പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഈ പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഈ ഡാറ്റാസ് പതുക്കെ നമ്മളുടെ അടുത്ത ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. കോൺഷ്യസ് മൈൻഡിൽ നിന്നും നേരെ ബോധ മനസ്സിൽ നിന്നും നേരെ ഉപബോധ മനസ്സിലേക്ക് ഒന്നും ട്രാൻസ്ഫർ ചെയ്യില്ല. അവിടെ റിപ്പീറ്റ് ആക്ഷൻസിലൂടെ നിരന്തരം നമ്മളത് ഉപയോഗിക്കുമ്പോൾ, നിരന്തരം നമ്മളത് ശീലിക്കുമ്പോൾ അത് പ്രീ കോൺഷ്യസ് മൈൻഡിലൂടെ സഞ്ചരിച്ചു കൊണ്ട് പതുക്കെ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകൂ. അങ്ങനെ ഡ്രൈവിംഗ് എന്ന പ്രോസസ്സ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുക, 4 ദിവസം ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി, പിന്നെ ഒരു 4 മാസം പോയില്ല. വീണ്ടും ഫീസ് അടച്ചപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് വീണ്ടും കൂടുതൽ എഫർട്ട് എടുക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ വീണ്ടും കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്ത് തുടങ്ങും. പ്രീ കോൺഷ്യസ് മൈൻഡ് കുറച്ചും കൂടെ ആദ്യത്തെക്കാൾ കുറച്ചും കൂടെ ഈസി ആയി മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ വീണ്ടും നമ്മുടെ ഒരു പ്രോസസ്സിലേക്ക് വീണ്ടും നമ്മൾ കടക്കേണ്ടി വരും. എന്നാൽ ഇത് കണ്ടിന്യൂസ് ആക്ഷൻസ്, ആഴ്ചയിൽ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഞാൻ ഡ്രൈവിംഗ് പരിശീലിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ പതുക്കെ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നു, അവിടെ സ്റ്റോറേജ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഞാനിത് ഒരു ശീലമാക്കി കഴിയുമ്പോൾ പിന്നെ എൻ്റെ കോൺഷ്യസ് മൈൻഡിനോ പ്രീ കോൺഷ്യസ് മൈൻഡിനോ ഒരു ജോലിയില്ല. ഡ്രൈവിംഗ് എന്ന പ്രോസസ്സ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതായത് എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി മൂവ് ചെയ്യിക്കണം, അത് മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ആക്സിലേറ്റർ, ക്ലച്ച്, ഗിയർ, ബ്രേക്ക്, സ്റ്റിയറിങ് ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്കും പ്രീ കോൺഷ്യസ് മൈൻഡിലേക്കും അതിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോലും അറിയാതെ നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് അത് മാറുന്നു. നമ്മൾ പോലും അറിയാതെ നടക്കുന്നു. ഇപ്പോൾ ഡ്രൈവിങ്ങിൽ ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്ന് ചിന്തിച്ച് നോക്കുക. വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റെന്ത് കാര്യവും ചെയ്യാൻ ചിലപ്പോൾ ഒരു പരിധിവരെ സാധിച്ചേക്കാം, കാരണം അതൊരു ഈസി പ്രോസസ്സാണ്. വണ്ടി വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക്, ഓഫീസിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി വാഹനം വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ എന്ത് വാഹനമാട്ടെ, ഡ്രൈവിംഗ് എന്ന പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നൊരു പ്രോസസ്സായിട്ട് മാറുന്നു. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് ആ പ്രോസസ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിനും കോൺഷ്യസ് മൈൻഡിനും ഒരു ജോലിയുമില്ല ഡ്രൈവിംഗ് എന്നുള്ള പ്രോസസ്സിൽ. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് എന്താ ചെയ്യുക, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ പുറമേയുള്ള കാഴ്ചകളെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഡ്രൈവിംഗ് എന്ന പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ വാഹനവുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് മറ്റ് കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ശ്രദ്ധിക്കുക, മുന്നിൽ ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നതിന് മുമ്പേ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വെട്ടിച്ച് വണ്ടി ഒഴിവാക്കുകയോ ചെയ്യും. ആര്? സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ഒരു സിഗ്നൽ, മുന്നിലൊരു തടസ്സം, ഒരു അപകടം എന്നുള്ള സിഗ്നൽ എത്തുന്നതിന് മുമ്പേ സബ് കോൺഷ്യസ് മൈൻഡ് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി അത് നടപ്പാക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളൂ. കോൺഷ്യസ് മൈൻഡിനോ
ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുക. അവിടെ ഏറ്റെടുക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും അവിടെ ഇല്ല. നമ്മൾ എന്താണോ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ടത് അത് മാത്രമേ കോൺഷ്യസ് മൈൻഡ് ചെയ്യുള്ളൂ, അത് മാത്രമേ കോൺഷ്യസ് മൈൻഡിന് അറിയുള്ളൂ. അതാണ് 10%. ബാക്കിയെല്ലാം നമ്മളുടെ ഓർമ്മയിലിരുന്ന് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലിരുന്ന് ഫീഡായിരിക്കുന്ന പ്രോസസ്സുകൾ എപ്പോഴാണോ നമുക്ക് ആവശ്യം ആ സമയം നമുക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കാൻ നമ്മുടെ കയ്യിലേക്ക് തരുന്നു സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കോൺഷ്യസ് മൈൻഡ് വെറും 10%, സബ് കോൺഷ്യസ് മൈൻഡ് 90% ആണ്. നമ്മൾ ജനിച്ച് വളർന്ന കാലം മുതൽ നമ്മളുടെ ജീവിതത്തിനെ പറ്റി, നമ്മളുടെ സ്വപ്നങ്ങളെ പറ്റി, നമ്മളുടെ കഴിവുകളെ പറ്റി, നമ്മളുടെ ശേഷികളെ പറ്റി, നമ്മളുടെ കഴിവില്ലായ്മയെ പറ്റി, നമ്മളുടെ സാഹചര്യത്തിൻ്റെ അഭാവത്തിനെ പറ്റി, നമ്മളുടെ ലിമിറ്റേഷൻസിനെ പറ്റി നമ്മൾ കേട്ട് മനസ്സിലാക്കി ചിന്തിച്ച കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡായി കിടക്കുകയാണ്. ഇതിൽ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഈ ഡാറ്റാസിനെ റിമൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പകരം പുതിയ ഡാറ്റാസിനെ അവിടെ സേവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം ചേഞ്ച് ആവുകയുള്ളൂ. ഡ്രൈവിംഗ് ചിന്തിക്കുക, നമ്മൾ 2 വീലറും 4 വീലറും ഓടിക്കുന്നു. ഈ ഡ്രൈവിംഗ് പരിശീലനം പോരാ നമുക്കൊരു ഫോർമുല 1 ഓടിക്കാൻ. അത് വേറൊരു ലെവലാണ്. എനിക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു കാര്യമില്ല. അവിടെ നമ്മൾ ആ പ്രോസസ്സ് വീണ്ടും കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിലൂടെ പോകേണ്ടിയിരിക്കുന്നു. ഡ്രൈവിംഗ് അറിയാം, ഞാൻ 10-30 വർഷമായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു എമർജൻസി ആംബുലൻസ് സർവീസ് ഓടിക്കേണ്ടി വന്നാൽ എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് സഹായിക്കില്ല. അവിടെ വേഗത്തിൽ റോട്ടിലുള്ള തടസ്സങ്ങളെയും മറ്റു കാര്യങ്ങളെയും ഓവർകം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഞാൻ ആർജിച്ചിട്ടില്ല. ഞാൻ സ്വതസിദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റേ ആർജിച്ചിട്ടുള്ളൂ. അത് ഒരു ആംബുലൻസ് ഡ്രൈവർ, വെറും ആംബുലൻസ് അല്ല, ഒരു എമർജൻസി ആംബുലൻസ് ഡ്രൈവറൊക്കെ ആയിട്ട് മാറണമെങ്കിൽ എൻ്റെ പ്രോസസ്സ് എന്നുള്ളത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം. അതായത് വാഹനം ഓടിച്ച് ശീലിച്ച അതേ പ്രോസസ്സിലൂടെ ആംബുലൻസ് ഓടിച്ച് ശീലിക്കണം. അപ്പം മാത്രമേ എനിക്ക് മുന്നിലുള്ള വാഹനങ്ങൾ എങ്ങനെ മറികടക്കണം, മുന്നിലുള്ളൊരു വാഹനം മറികടന്നില്ലെങ്കിൽ അതിനെങ്ങനെ എനിക്ക് അത് മറികടക്കാനുള്ള വഴി നോക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസിഷൻ വരണമെങ്കിൽ എനിക്കതൊരു ഈസി പ്രോസസ്സായിട്ട് മാറണം. കോൺഷ്യസ് മൈൻഡിലൂടെ പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്ന് പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ആംബുലൻസ് ഓടിക്കുക അല്ലെങ്കിൽ ഫോർമുല 1 വണ്ടി ഓടിക്കുക എന്നുള്ളതും ഈസി പ്രോസസ്സായിട്ട് മാറും. എന്തിനാണ് നമ്മളിപ്പോൾ ഇത് കേട്ടതും മനസ്സിലാക്കിയതും? മാസം 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന എനിക്ക് മാസം 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയിലേക്ക് ഏൺ ചെയ്യണമെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റിൽ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ജനിച്ച് വളർന്ന കാലം മുതൽ ഈ നിമിഷം വരെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ്, എന്താണ് എൻ്റെ പണം ഉണ്ടാക്കാനുള്ള കഴിവ്, എന്താണ് എൻ്റെ പണം ഉണ്ടാക്കാനുള്ള ശേഷി, ഏത് വഴികളിലൂടെയാണ് ഞാൻ പണം ഉണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ പണം ഉണ്ടാക്കുന്നത്, ഈ പണം കൊണ്ടുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിൽ സേവ് ആയിട്ട് വെച്ചിട്ടുണ്ട്, സേവ്ഡ് ആണ്. ഈ സേവ് ആയിരിക്കുന്ന സാധനത്തിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട്, ഇറേസ് ചെയ്തുകൊണ്ട് പുതിയ പ്രോഗ്രാം ഞാൻ അതിനകത്ത് സേവ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്, പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം ചെറിയ രീതിയിൽ, പ്രീ കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം, എന്നിട്ടേ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം, ആദ്യം തന്നെ കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കേണ്ടതും. ആദ്യം തന്നെ കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചിന്ത കൊടുക്കാം, എങ്ങനെ ചിന്തിക്കുക? എക്സാമ്പിൾ, ഞാൻ 1 ലക്ഷം രൂപ മാസം, 50,000 രൂപ മാസം, ഏറ്റവും കൂടുതൽ ആളുകൾ 50,000 രൂപ 1 ലക്ഷം രൂപയ്ക്കൊക്കെ ഇടയ്ക്ക് ഏൺ ചെയ്യുന്നതാണ്. അപ്പോൾ 50,000 രൂപ ഏൺ ചെയ്യുന്ന ഞാൻ മാസം 5 ലക്ഷം രൂപയിലേക്ക് എത്തണം. ഇതാണ് എൻ്റെ ആവശ്യം, സ്വപ്നം, ആഗ്രഹം, ലക്ഷ്യം എന്നിരിക്കട്ടെ. ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ചിന്തിക്കാൻ ഞാൻ പഠിക്കണം. മാസം 5 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ ഞാൻ പഠിക്കണം. അതിനു വേണ്ട പ്രവൃത്തികളെപ്പറ്റി, 5 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ഞാൻ എന്തൊക്കെ പ്രവൃത്തി ചെയ്താലാണ്, എന്ത് കാര്യം ചെയ്താലാണ് എനിക്ക് 5 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചിന്തിക്കാൻ, അതിനെപ്പറ്റി ആലോചിക്കാൻ ഞാൻ ശീലിക്കണം. ഇപ്പോൾ നമുക്കറിയാം ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്. ഈ തോട്ട് പ്രോസസ്സ് നമ്മളിലേക്ക് അധികം വന്നിട്ടുണ്ടാവില്ല. റീസൺ, ഇപ്പം നമ്മൾ സുഖകരമായിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇതിനപ്പുറത്തേക്ക്, അതായത് വീണ്ടും പറയുന്നു, കോൺഷ്യസ് മൈൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മടിയാണ്, കംഫർട്ട് സോൺ. അപ്പോൾ മാസം 5 ലക്ഷം രൂപ ഏൺ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കോൺഷ്യസ് മൈൻഡ് ആദ്യം ചോദിക്കും, എന്തിനു വേണ്ടി?
ആവശ്യമില്ലാത്ത പണിക്ക് നടക്കണോ? ഇപ്പോൾ ഇത് സുഖമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ? കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നില്ലേ? എന്തിനാണ് ഈ ഒരു 5 ലക്ഷം രൂപ ഏൺ ചെയ്യേണ്ടത്? അപ്പോൾ കോൺഷ്യസ് മൈൻഡിൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വേണം. എന്തിനാണ് ഞാൻ മാസം ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്നും 10 മടങ്ങിലേക്ക് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പെർ മന്ത് ഏൺ ചെയ്യേണ്ടതിന് ഞാൻ എന്തിനു വളരണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ വീണ്ടും കോൺഷ്യസ് മൈൻഡിന് കൊടുത്തുകൊണ്ടിരിക്കണം. എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടണമെങ്കിൽ ഇത് പോരാ, ഈ ലെവലിലേക്ക് എത്തണം. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് ചെറിയൊരു ബോധ്യമായി, ശരി എങ്കിൽ മാത്രം. അപ്പോൾ വീണ്ടും ഞാൻ അതിനു വേണ്ടിയുള്ള പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി, ബിസിനസ് ഇതാണ്. ഇതിൽ നിലനിന്നുകൊണ്ട് ഇതിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുമോ? അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കും, അയ്യോ ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും വരുമാനത്തിനും പണത്തിനും ഞാൻ മറ്റൊരു മേഖലയിലേക്ക് ചെന്നെത്തിപ്പെടുമ്പോൾ അവിടെ സക്സസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സവാദങ്ങൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇച്ഛാശക്തിയോടുകൂടി, നമ്മൾ ഉറച്ച മനസ്സോടുകൂടി വേണം എനിക്ക് മാസം 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഏൺ ചെയ്തേ മതിയാകൂ എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പം ഞാൻ അന്വേഷിച്ച് തുടങ്ങുന്നു, ഒന്നെങ്കിൽ ഈ ജോലിയോടൊപ്പം തന്നെ അഡീഷണൽ ഇൻകം കിട്ടാൻ എന്ത് ചെയ്യണം? അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ അഫർമേഷൻസിലൂടെ പറയുന്ന പോലെ എൻ്റെ വരുമാനവും പണവും സമ്പത്തും വർദ്ധിപ്പിക്കാനായിട്ട് എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരുടെ ടൈം, മണി, എഫേർട്ട്, ശേഷി ഇതൊക്കെ ഞാൻ പരമാവധി ഉപയോഗിക്കുന്നത്? ഈ ചിന്തകളിലേക്ക് ഞാൻ കിടക്കുന്നു. ഇനി അതല്ല, ഈ ജോലിയിൽ, ഈ ബിസിനസ്സിൽ നിലനിന്നുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ നടക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നു, 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ, ബിസിനസ്സുകൾ, ജോലി എന്തുണ്ട്? ഇതിലേക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നു. ഈ കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു തുടങ്ങുന്നു. എപ്പോൾ കോൺഷ്യസ് മൈൻഡ് നമുക്ക് തടസ്സവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് മറുവാദങ്ങൾ, എനിക്കിത് നേടിയേ പറ്റൂ, എനിക്ക് ഇപ്പോഴത്തെ സൗകര്യം പോരാ, ഈ വാഹനം പോരാ, ഈ വീട് പോരാ, ഈ സൗകര്യം പോരാ, എൻ്റെ മക്കൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഈ ഒരു ആവശ്യബോധം അതിതീവ്രമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ, അതായത് ആവശ്യവും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കണമെന്ന ആവശ്യബോധം അതിതീവ്രമായിട്ട് എൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ എൻ്റെ കോൺഷ്യസ് മൈൻഡ് എന്നോട് ഉള്ള തടസ്സവാദങ്ങളെയൊക്കെ ഞാൻ മറികടക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡിന് ബോധ്യമാവും ഇത് പിന്മാറാനുള്ള ഉദ്ദേശമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നേടിക്കൊടുത്താൽ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാം എന്നുള്ള രീതിയിലേക്ക് കോൺഷ്യസ് മൈൻഡ് മാറുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴുള്ളതിൻ്റെ 10 മടങ്ങ് വർദ്ധിക്കാൻ, വരുമാനം വർദ്ധിക്കാൻ ഞാൻ ഏത് ജോലിയിലേക്ക് പോകണം, ഏത് ബിസിനസ്സിലേക്ക് പോകണം, അഡീഷണലായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കേണ്ടി വരും, എൻ്റെ കഴിവ് വർദ്ധിപ്പിക്കേണ്ടി വരും, എൻ്റെ ശേഷികൾ വർദ്ധിപ്പിക്കേണ്ടി വരും, എൻ്റെ മൈൻഡ് സെറ്റ് വർദ്ധിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള പ്രോസസ്സ് തുടങ്ങുന്നു. ഈ പ്രോസസ്സ്, അതായത് ചിന്തിക്കുക, 5 ലക്ഷം രൂപ ഏൺ ചെയ്യാനായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കോൺഷ്യസ് മൈൻഡ് പണി തുടങ്ങുന്നു. എന്താ തുടങ്ങുക? വരുമാനം നേടാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് അത് കണ്ടെത്തി അതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ പ്രോസസ്സ് പറഞ്ഞ പോലെ തന്നെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം തന്നെ സക്സസ് അല്ല, തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തന്നെയാണ് വരിക. പിന്മാറാതെ നിരന്തരമായിട്ട് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കിയ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, കോൺഷ്യസ് മൈൻഡ് അറിഞ്ഞ കാര്യങ്ങൾ പതുക്കെ ആ ഡാറ്റാസ് നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് പാസ് ചെയ്യുന്നു. പതുക്കെ 5 ലക്ഷത്തിന് മാസം ഏൺ ചെയ്യാനായിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ, ആദ്യത്തെ മാസങ്ങൾ ഫെയിലർ തന്നെയാണ്, ഒരു സംശയമില്ല. ആ ഫെയിലറിലൂടെ കോൺഷ്യസ് മൈൻഡ് വീണ്ടും കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ പതുക്കെ നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. പ്രീ കോൺഷ്യസ് മൈൻഡിലൂടെ ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ്, അല്ലെങ്കിൽ ഞാൻ വണ്ടി കച്ചവടമാണ് ചെയ്യുന്നത്, എന്ത് പ്രോസസ്സ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആണ് ചെയ്യുന്നത്, എന്ത് പ്രോസസ്സ് ആണെങ്കിലും ശരി, വലിയ രീതിയിൽ പണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏത് മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു അവിടെ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസും സ്കില്ലും ആർജിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് നമ്മളുടെ ചിന്താരീതികളിലും കാഴ്ചപ്പാടുകളിലും വരുന്നു. എക്സാമ്പിൾ, ഞാൻ മാസം 50,000 രൂപ ഏൺ ചെയ്യുമ്പോൾ എനിക്ക് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 2,000 അല്ലെങ്കിൽ 3,000 രൂപയുടെ ഷൂ അല്ലെങ്കിൽ ഷർട്ടോ വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി, ആഗ്രഹമല്ല കപ്പാസിറ്റി എനിക്കുണ്ടാവുള്ളൂ. കാരണം ഞാനൊരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയുടെ ഷർട്ടോ ഷൂവോ കാണുമ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ചിന്തിക്കും, അയ്യോ 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇത്രയും പൈസ പോയി, അപ്പോൾ ഈ ശമ്പളത്തിൽ നിന്ന് ഇത്രയും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഡൗട്ടാണ് ആദ്യം വരുന്നത്. ഞാൻ 5 ലക്ഷം രൂപ വരുമാനം നേടുന്ന അഡീഷണൽ ഇൻകമോ മറ്റേതെങ്കിലും ഫീൽഡ് മാറ്റമോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ഇപ്പോൾ 10,000 രൂപയുടെ ഷർട്ട് മേടിക്കുന്നില്ല അല്ലെങ്കിൽ 10,000 രൂപയുടെ ഷോവും മേടിക്കുന്നില്ല, എനിക്കൊരു കുഴപ്പമില്ല. കാരണം
എനിക്കതിനുള്ള വരുമാനമുണ്ട്. അതായത് നമ്മളുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളും നമ്മളുടെ വിശ്വാസ രീതികളും മാറ്റം സംഭവിക്കുന്നു. എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്? പണം, വരുമാനം നമ്മളിലേക്ക് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ്. ഉറപ്പുവരുത്താത്തിടത്തോളം കാലം ഞാൻ ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നു, എനിക്ക് മാസം 5 ലക്ഷം 10 ലക്ഷം വേണം. പക്ഷേ ഈ സ്റ്റേജിൽ ഒരിക്കലും വിശ്വാസം എന്നുള്ള സാധനം അവിടെ വർക്ക് ചെയ്യുന്നില്ല. അവിടെ വിശ്വാസം എന്നുള്ളത് വർക്ക് ചെയ്യുന്നത് ആ പണം ഇപ്പോൾ 50,000 70,000 മാറുന്നു, 1 ലക്ഷമായി മാറുന്നു. ഇങ്ങനെ മാറുമ്പോഴാണ് വിശ്വാസം എന്നുള്ള പ്രോസസ്സ്, അതായത് മൈൻഡ് സെറ്റിൻ്റെ മൂന്നാമത്തത് ചിന്താരീതികളിലും കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യാസം വരും. പക്ഷേ വിശ്വാസ രീതിയിൽ വ്യത്യാസം വരുന്നത് ഈ ഏണിങ്സ് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അടുക്കും തോറുമാണ് വിശ്വാസ രീതിയിൽ മാറുന്നത്. ഈ മൂന്നും ചിന്താരീതികൾ, നേരത്തെ പറഞ്ഞ തന്നെ 2000 രൂപയുടെ ഷർട്ടും ജീൻസും പാൻറ്റും ഷൂ ഒക്കെ മേടിച്ച കാലഘട്ടത്തിൽ നിന്നും 5000 വാങ്ങണമെന്ന ആഗ്രഹമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, ചിന്താരീതിയുണ്ട്. പക്ഷെ അത് വിശ്വാസത്തിലേക്കും കൂടെ കിടക്കണമെങ്കിൽ ആ പണം എന്നിലേക്ക് വരുമ്പോഴാണ് ആ വിശ്വാസ രീതിയും കൂടെ എന്നോടൊപ്പം, അല്ലെങ്കിൽ മൈൻഡ് സെറ്റിൻ്റെ മൂന്നാമത്തെ ഘടകമായിട്ടുള്ള വിശ്വാസ രീതിയും കൂടെ എന്നോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങുള്ളൂ. ഇതിന് ഉറപ്പുവരുത്തണം. ആർക്കാണ്? സബ് കോൺഷ്യസ് മൈൻഡിന് പണം കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരണം. അപ്പോൾ ഈ പ്രോസസ്സിലേക്ക് കിടക്കുക. പുതിയ കാര്യങ്ങൾ നമ്മൾ ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ ലേൺ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന കോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുന്നു. ഈ കോൺഷ്യസ് മൈൻഡിലേക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കോൺഷ്യസ് മൈൻഡ് ഡാറ്റയൊന്നും അധിക സമയം സേവ് ചെയ്തിരിക്കില്ല. കോൺഷ്യസ് മൈൻഡിൻ്റെ റിസീവ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന, മനസ്സിലാക്കുന്ന ഡാറ്റകൾ അധിക സമയം സേവ് ചെയ്തിരിക്കില്ല. അത് നേരെ ഈ പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് പമ്പ് ചെയ്തു വരുന്നു. ഈ പ്രീ കോൺഷ്യസ് മൈൻഡ് അധിക സമയം സേവ് ചെയ്ത് വെക്കില്ല. അതിനെ സംബന്ധിച്ചോളം അത് എത്രത്തോളം നമ്മളത് എടുത്ത് ഉപയോഗിക്കുന്നു, അതായത് ഈ അറിവുകൾ, കാഴ്ചപ്പാടുകൾ, കാര്യങ്ങൾ എത്രത്തോളം എടുത്ത് ഉപയോഗിക്കുന്നു അത്രത്തോളം വേഗത്തിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുത്തുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് വൺസ് റിസീവ് ചെയ്ത് അവിടെ അത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 4 ഇരട്ടി പണിയെടുക്കേണ്ടി വരും അതിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. എന്താണ് മൈൻഡ് സെറ്റ്? നമ്മൾ ബിലീവ് സിസ്റ്റം, നമ്മളുടെ ചിന്താരീതികൾ, കാഴ്ചപ്പാടുകൾ, അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ബിലീവ് സിസ്റ്റം, വിശ്വാസ രീതികൾ. എനിക്ക് ഇതേ കഴിയൂ, ഞാൻ ഇതാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ സാഹചര്യം ഇതാണ്, എൻ്റെ സ്വപ്നങ്ങൾ ഇതാണ് എന്നുള്ള ബിലീവ് സിസ്റ്റം. ഇതിനെ പൊളിച്ചെഴുതണമെങ്കിൽ ആദ്യം കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നു. 10 ലക്ഷം രൂപ നേടാനുള്ള ശേഷി എനിക്കുണ്ട്, അത് തരാനുള്ള സാഹചര്യം നമ്മുടെ മാർക്കറ്റിന്, അതായത് നമ്മുടെ സൊസൈറ്റിക്കുണ്ട്. ഇത് നേടിയെടുത്തേ മതിയാകൂ എന്നുള്ള ആവശ്യബോധം എന്നിൽ അതിതീവ്രമായിട്ട് നിലനിൽക്കണം. ആവശ്യബോധം എന്നിൽ അതിതീവ്രമായിട്ട് നിലനിൽക്കണം. ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എൻ്റെ കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ, കോൺഷ്യസ് മൈൻഡ് പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ പിന്മാറാതെ, പല തടസ്സങ്ങളും വരും, പല പ്രശ്നങ്ങളും വരും, പിന്മാറാതെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നു. ആ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നു. സോ മാറ്റം സംഭവിക്കുന്നത് ആദ്യം ചിന്തകളിൽ, കാഴ്ചപ്പാടുകളിൽ, അത് പ്രവർത്തനങ്ങളിലൂടെ, അത് ആക്ഷൻസിലൂടെ, അത് നടപ്പിൽ വരുത്തി തുടങ്ങുമ്പോൾ വിശ്വാസ രീതികളും നമ്മളോടൊപ്പം കൂടുന്നു. ഇത് മൂന്നും ഒത്തുചേർന്നാൽ, ചിന്താരീതികളും കാഴ്ചപ്പാടുകളും ബിലീവ് സിസ്റ്റം, വിശ്വാസ രീതികളും ഒത്തുചേരുമ്പോൾ നമ്മൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെച്ച് തുടങ്ങുന്നു. സോ 3 തരം മൈൻഡ് സെറ്റുകൾ: കോൺഷ്യസ് മൈൻഡ്, പ്രീ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഇനി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി വർഷങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക. ഇത് പോരാ. ഈ ചിന്താരീതികളും ഈ കാഴ്ചപ്പാടുകളും ഈ ബിലീവ് സിസ്റ്റവുമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ലൈഫിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ ഒരു ബിലീവ് സിസ്റ്റം, പുതിയ ചിന്താരീതികൾ, പുതിയ കാഴ്ചപ്പാടുകൾ. 10 ലക്ഷം രൂപ നേടാനുള്ള ശേഷി എനിക്കുണ്ട്, അതിനായി ഞാൻ പരിശ്രമിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടുകളിലേക്കും ചിന്താരീതികളിലേക്കും കടക്കുന്നു. പരിശ്രമിച്ച് തുടങ്ങുമ്പോൾ അതിനുള്ള ബിലീവ് സിസ്റ്റം കൂടെ നമ്മളോടൊപ്പം വരുന്നു. സോ അടുത്ത ദിവസം നമ്മൾ പരിശീലിച്ച് തുടങ്ങാം.